കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ ശിക്ഷിക്കപ്പെടുകയോ ശിക്ഷ ഏറ്റുവാങ്ങുകയോ ചെയ്ത ആളല്ല രവത ചന്ദ്രശേഖർ എന്നും പിന്നീട് പ്രതിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കപ്പെട്ടയാളാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ കേരള പോലീസ് DGP ആയി രവത ചന്ദ്രശേഖരനെ നിയമിച്ചതിനെ കുറിച്ച് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് അദ്ദേഹം കൂത്തുപറമ്പ് വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണെന്നാണ്. ആ സംഭവത്തിൽ എല്ലാവർക്കും അറിയാം, അന്നത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള കടന്നാക്രമണം നടത്തുന്ന നേതൃത്വം കൊടുത്തത് ഇവിടെ തളിപ്പറമ്പ് DYSP ആയിരുന്ന ഹക്കീം ബത്തേരിയായിരുന്നു. ഹക്കീം ബത്തേരിയും TT ആൻ്റണിയും അവർ രണ്ടും ചേർന്നുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു വർക്കിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുള്ളത്. രവത ചന്ദ്രശേഖരന് 2 ദിവസം മുമ്പാണ് അദ്ദേഹം IPS ട്രെയിനിങ് കഴിഞ്ഞ് എലിശ്ശേരി ജോയിൻ ചെയ്തത്. 2ാമത്തെ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിനകത്ത് കാര്യമായ പരിചയമോ പ്രദേശത്തെ പറ്റിയുള്ള അറിവോ ഒന്നും ഇല്ലാതെ അദ്ദേഹം ഈ സംഭവം നടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നതാണ്. അവിടെ MP ജയരാജൻ ഉൾപ്പെടെയുള്ള അന്നത്തെ യുവജന നേതാക്കന്മാരോട് സംസാരിച്ച് ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കണം എന്ന് പറയുകയും അവരെല്ലാം മാറി നിൽക്കുകയും ചെയ്തതാണ്. അപ്പോഴാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ഈ വ്യൂഹം ഈ പറയുന്ന ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള 2 ആളും ചേർന്ന്, 2 ആളെന്ന് പറയുമ്പോൾ ഒന്ന് ഹക്കീം ബത്തേരി തന്നെയാണ് അതിന് മുമ്പേ എടുത്ത് എല്ലാ അർത്ഥത്തിലും എല്ലാത്തിനും ചേർന്നും ഒരു ഉൾപ്പെടെ നടത്തുന്നതെന്നാണ് കോടതിയിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പോലീസ് മേധാവിയായി വരാൻ പറ്റിയ ഒരാൾ എന്ന നിലയിലാണ് സർക്കാർ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. CPM-ന് ഇതിന്റെ ഭാഗമായി വേറെയൊന്നും പറയാനില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു. കേസിൽ വന്നതുകൊണ്ട് മാത്രം ശിക്ഷിക്കപ്പെടുമോ? കേസിന്റെ ഭാഗമായി വന്നു, പിന്നീട് കോടതി അത് പരിശോധിച്ചു. അദ്ദേഹത്തെ പ്രതി ചേർക്കുന്നതിൽ കാര്യമില്ലെന്ന് കോടതി കണ്ടെത്തി. അതോടെ ഒഴിവാക്കുകയാണ് ഉണ്ടായതെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. രവത ചന്ദ്രശേഖരന്റെ നിയമത്തിൽ സാങ്കേതികമായ എന്തെങ്കിലും തടസ്സം ആരും ഉന്നയിച്ചിട്ടില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.